ഹലോ, ഇന്ന് നമുക്ക് ചപ്പാത്തിന്റെ കൂടിയും ദോശന്റെ കൂടിയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മീഡിയം സൈസ് ഉള്ളിയിൽ ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്, ഒന്ന് ചെറുതായി കറിഞ്ഞിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ചതച്ചതും കൂടി ഇട്ടോടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളി, എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടി എന്നാലും 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധനം സെറ്റ് ആയിക്കോട്ടോ. അങ്ങനെ ഇതാ ഉള്ളി തക്കാളിയൊക്കെ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഫുള്ളല്ലാണ്ടും അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുളക് പൊടിയിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മിക്സ് ആയിട്ടുള്ളതാട്ടോ. അങ്ങനെ ഇതാ അതും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഞാനിതാ വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഉപ്പ് കുറച്ചായിട്ട് കുറവായി തോന്നി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുന്ന ടൈം അങ്ങനെ ചെയ്യട്ടോ. അങ്ങനെ ഇതാ കറി കുറച്ചൊന്ന് കുറുകി വരുന്ന ടൈം നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ കറി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 മുട്ട ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതും കൂടി പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ടെടുത്ത് നമ്മളെ കിടില മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് സബ്സ്ക്രൈബും